നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ ഭരണകൂടവും രാജ്യഭരണത്തിന് നേതൃത്വം നടത്തി മുന്നോട്ട് പോകുന്ന സമയത്ത് അവർ എടുക്കുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത്, അവർ എടുക്കുന്ന വിദേശ നയം എന്ന് പറയുന്നത്, അത് മാർക്സിസ്റ്റുകാരനോ BJP-കാരനോ കോൺഗ്രസുകാരനോ ഗുണമുണ്ടാകാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും വകുപ്പ് മന്ത്രിമാരും വിദേശ നയം രൂപീകരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യത്തിനനുസൃതമായിട്ടാണ്. അത് ചോദ്യം ചെയ്യാൻ ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്കും ഈ ഇന്ത്യ മഹാരാജ്യത്ത് അവകാശമില്ല എന്നുള്ള വസ്തുത ആദ്യമേ ശിവൻകുട്ടിയെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ ശിവൻകുട്ടി സാറിനെ അറിയിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ, ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തക എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭീകരവാദ സംഘടനയെ കുറിച്ചോ ഭീകരവാദ സംഘടനയ്ക്ക് എതിരായി നിൽക്കുന്നവരെ കുറിച്ചോ ഒരു പ്രമേയം അവതരിപ്പിക്കേണ്ട സാഹചര്യം ആ സ്കൂളിനകത്ത് കുട്ടികൾക്കില്ല എന്ന് തന്റെ ഇടം കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഒരു അധ്യാപകൻ മനസ്സിൽ തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തതിന്റെ പേരിൽ ആ പ്രമേയം നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് അല്ലെങ്കിൽ സ്കൂളിൽ അവതരിപ്പിക്കേണ്ടതില്ല എന്ന് ആ അധ്യാപകൻ തീരുമാനമെടുത്തത് ഇവിടുത്തെ കുട്ടികളെ ഒന്നായി കാണാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുകയാണ്, ഈ വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകും, ഞാൻ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് എന്ന് പറയുക. അപ്പോ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് പറയാനുള്ളത്, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ലോകരാജ്യങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ ഭരണകൂടവും രാജ്യഭരണത്തിന് നേതൃത്വം നടത്തി മുന്നോട്ട് പോകുന്ന സമയത്ത് അവർ എടുക്കുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത്, അവർ എടുക്കുന്ന വിദേശ നയം എന്ന് പറയുന്നത്, അത് മാർക്സിസ്റ്റുകാരനോ BJP-കാരനോ കോൺഗ്രസുകാരനോ ഗുണമുണ്ടാകാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും വകുപ്പ് മന്ത്രിമാരും വിദേശ നയം രൂപീകരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യത്തിനനുസൃതമായിട്ടാണ്. അത് ചോദ്യം ചെയ്യാൻ ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്കും ഈ ഇന്ത്യ മഹാരാജ്യത്ത് അവകാശമില്ല എന്നുള്ള വസ്തുത ആദ്യമേ ശിവൻകുട്ടിയെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ ശിവൻകുട്ടി സാറിനെ അറിയിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ, ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തക എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. മിസ്റ്റർ ശിവൻകുട്ടി, താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? കാസർഗോഡ് ജില്ലയിലെ സ്കൂൾ അങ്കണത്തിൽ പലസ്തീന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഹമാസിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ടോ കുട്ടികൾ തമ്മിലടിക്കണം എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണോ അധ്യാപകന്മാർ കുട്ടികളെ വാർത്തെടുക്കേണ്ടത്? അതിനെല്ലാം തന്നെ ഇവിടെ വിദേശ വകുപ്പ് മന്ത്രിയുണ്ട്, വിദേശകാര്യ വകുപ്പ് മന്ത്രി നമ്മുടെ രാജ്യത്തുണ്ട്. നിങ്ങൾ ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ്. കാരണം രാജ്യത്തിന്റെ വിദേശ നയത്തിന് എതിരായിക്കൊണ്ട് രാജ്യമെടുത്തിട്ടുള്ള തീരുമാനങ്ങൾക്കെതിരെ ഇവിടുത്തെ ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമം നടത്തിയവരാണ്. നിങ്ങൾ കേരളത്തിന്റെ നിയമസഭയെ പോലും വെല്ലുവിളി